നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഫ്യൂച്ചർ ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓപ്ഷനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. അപ്പോൾ ഓപ്ഷൻസിനെ അപേക്ഷിച്ച് ഫ്യൂച്ചേഴ്സ് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് പറയാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനാണ്. ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യാം എന്നൊക്കെയുള്ള അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളതാണ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാണോ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആവുന്നത് അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റാണ്. ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് നമുക്കറിയാം ഒരുപാടുണ്ട്. നമുക്കൊരു ഗോൾഡ് ലോൺ ആണെങ്കിലും അതൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റാണ്. സാധാരണ ലോൺ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റാണ്. അതുപോലെ ഫ്യൂച്ചേഴ്സ് ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റാണ്. സ്റ്റോക്ക് ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റാണ്. അതുപോലെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്സ് ഉണ്ട്. അതുപോലത്തെ ഒരു പ്രോഡക്റ്റാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ലോണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് നമുക്ക് ലോൺ എന്ന് പറയുന്നത്. ഒന്ന് ബാങ്കും അതുപോലെ ബാങ്ക് എടുക്കുന്ന ആൾ, ലോൺ എടുക്കുന്ന ആൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ ലോൺ എന്ന് പറയുന്നത്. അതൊരു എന്താണ്, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. അതുപോലെയുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോണിൻ്റെ കേസിൽ നമ്മൾ ഒരു ആൾ ലോൺ കൊടുക്കുന്നതായിരിക്കും, മറ്റേ ആൾ ലോൺ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ കേസിലും ഒരു ബയ്യർ ഉണ്ടാവും, ഒരു സെല്ലർ ഉണ്ടാവും. ഫ്യൂച്ചർ ബൈ ചെയ്യുന്ന ആളും ഒരു സെല്ല് ചെയ്യുന്ന ആളും ഇവർ തമ്മിൽ തന്നെയാണ് എന്താണ് ഒരു എഗ്രിമെൻറ്റിലെത്തുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് നമുക്കറിയാം, ഒരുപാട് പ്രോഡക്റ്റിൽ നമ്മൾ ഫീച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഷെയറിൻ്റെ ഫീച്ചേഴ്സാണ്, സ്റ്റോക്കിൻ്റെ. നമ്മൾ സ്റ്റോക്ക് ക്യാഷിൽ ഇൻഡിവിജ്വലായിട്ട് വാങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫീച്ചേഴ്സിൽ നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഫീച്ചേഴ്സിനും ആ ഒരു നമ്മൾ സ്റ്റോക്ക് ഇൻഡിവിജ്വലി വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഒന്നിൻ്റെ മൾട്ടിപ്പിൾ വാങ്ങാം, അതായത് ഒരു എണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണോ ആയിട്ട് വാങ്ങാം. ഇപ്പോൾ എസ് ബി ഐയുടെ ഷെയറിൻ്റെ വില 100 രൂപ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. ആ ഒരു എസ് ബി ഐയുടെ ഒരു ഓണറാകും. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡെറിവേറ്റീവ് പ്രോഡക്റ്റാണ്. ഫ്യൂച്ചർ അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആയിട്ടാണ് ഫ്യൂച്ചർ വർക്ക് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സ് എപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ബണ്ടിൽസിലായിരിക്കും. ഏത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരെണ്ണമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്യൂച്ചറാണ് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബണ്ടിലാക്കി ആയിരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെച്ചിട്ടുള്ള. ആ ബണ്ടിൽ മുഴുവനായിട്ട് വാങ്ങേണ്ടി വരും, മിനിമം ആയിട്ട്. അപ്പോൾ അതായത് അതിനെ, ആ ബണ്ടിലിനെ പറയുന്നത് നമ്മൾ ലോട്ട് എന്നാണ്. ആ ഒരു ലോട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബൈ ചെയ്യേണ്ടി വരും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ബണ്ടിൽ എന്ന് പറയുന്നത് 75 നിഫ്റ്റി ലോട്ട് സൈസ് 75 അതിവിടെ എഴുതിയിട്ടുള്ളത്. ആ 75 മുഴുവനായിട്ട് വാങ്ങേണ്ടി വരും. അതല്ല ക്യാഷിലായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ നിഫ്റ്റി ആയിട്ട് വാങ്ങാൻ പറ്റും. നിഫ്റ്റി വാങ്ങാൻ പറ്റില്ല, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. നിഫ്റ്റി ഒരു ഇൻഡെക്സ് ആണ്, അത് വാങ്ങാനായിട്ടുള്ളൊരു ഇതല്ല. പക്ഷേ ഫ്യൂച്ചർ അവൈലബിൾ ആണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ലോട്ട് സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 20. അത് എക്സ്ചേഞ്ചാണ് നമുക്ക് പറയുന്നത്. ഒരു വാല്യൂ വച്ചിട്ട് ആ വാല്യൂവിനനുസരിച്ച് എക്സ്ചേഞ്ചാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എത്രയാണ് ഒരു ബണ്ടിൽ ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ നമ്മൾ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിരിക്കാം. ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. വില കൂടുകയാണെങ്കിലും കുറഞ്ഞാലും നമുക്കത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു കാര്യം ഉള്ളത്, ഫ്യൂച്ചേഴ്സിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ വാങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു മന്ത് പറഞ്ഞിട്ടായിരിക്കും വാങ്ങുന്നത്. അതായത് മാർച്ച് എക്സ്പയറിയിലുള്ള ഫ്യൂച്ചർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഏപ്രിൽ എക്സ്പയറിയിലുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫ്യൂച്ചർ, അങ്ങനെയാണ് വാങ്ങുന്നത്. അതായത് ആ ഒരു നമ്മൾ വാങ്ങുന്ന ഏത് മന്തിലാണോ ആ മന്തിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ച ഈ ഒരു ഫ്യൂച്ചർ എക്സ്പയർ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഫ്യൂച്ചേഴ്സിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിയുന്നവരെ ആ ഒരു മന്ത് പർട്ടിക്കുലർ ഫ്യൂച്ചേഴ്സ് നമുക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ക്ലോസ് ചെയ്യണം, ഒന്നുകിൽ അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ബൈ ആളും ഉണ്ടാവും, ഒരു സെൽ ആളും ഉണ്ടാവും.
അപ്പോൾ ബൈ ചെയ്യുന്ന ആളിനാണ് പ്രോഫിറ്റ് എങ്കിൽ അയാൾക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ നഷ്ടത്തിൽ നിന്നായിരിക്കും ആ ഒരു പ്രോഫിറ്റ് വരുന്നത്. അത് തിരിച്ച് സെല്ല് ചെയ്യുന്ന ആളിനാണ് പ്രോഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് ബയർ കയ്യിൽ നിന്നുള്ള നമ്മൾ പേ ചെയ്ത മാർജിൻ മണി ആയിരിക്കും നമുക്ക് പ്രോഫിറ്റായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പിന്നെയും നമുക്ക് ഫീച്ചർ ഹോൾഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ SBIയുടെ ഫീച്ചർ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും അത് വിറ്റ ശേഷം അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത ശേഷം അടുത്ത മന്ത് വീണ്ടും എടുക്കുക മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ ഒരു മന്ത് അത് നമുക്ക് സാധാരണ ഫീച്ചേഴ്സ് 3 മാസം വരെയാണ് നമ്മൾ, അതായത് ഇപ്പോൾ ഒരു മാർച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം മാർച്ച് ആണെന്നുണ്ടെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ 3 മാസത്തെ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ബൈ ചെയ്യാം. നമുക്കൊരു കുറച്ച് ലോങ് ടൈം ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 3-ാം മാസത്തെ ഫീച്ചർ എടുക്കാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനിയുള്ളതും എല്ലാ ഫീച്ചറിലും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഇപ്പോൾ 8,000 ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9,000 ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ വില സ്ലൈറ്റ് ആയിട്ടൊന്ന് കൂടുതലായിരിക്കും. ഐഡിയൽ തിയററ്റിക്കലി അങ്ങനെ ആയിരിക്കും. അതിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റാണ് എല്ലാ ഫ്യൂച്ചേഴ്സിലും ഉള്ളതാണ്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഒരു ഇൻട്രസ്റ്റ് എപ്പോഴും നമ്മളെ കാൽക്കുലേഷനിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ഇൻട്രസ്റ്റ് ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ടൈം പാസ് ചെയ്യുന്തോറും കുറഞ്ഞു വരും. അത് ഫ്യൂച്ചേഴ്സ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു അസറ്റ് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് എടുക്കുന്ന ഒരു റിവാർഡ് എന്ന നിലയിൽ കൊടുക്കുന്നതാണ്. അതായത് ആ ഒരു ഇൻട്രസ്റ്റ് ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. നമ്മൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. നിഫ്റ്റിയിൽ എങ്ങനെയാണ് അത് ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ കുറവും ആ ഒരു ടൈമിനനുസരിച്ച് ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്ന എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസ്യൂം ചെയ്യുക നിഫ്റ്റി 9,000 ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിഫ്റ്റിയുടെ 3 ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും പർച്ചേസ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ബ്രോക്കറിൽ കയറിയിട്ട് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് അടിക്കുമ്പോഴത്തേക്കും ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും 3 ഫീച്ചേഴ്സ് നമുക്ക് വരും. ഒന്ന് മാർച്ച് ഫ്യൂച്ചർ വരും, 2 ഏപ്രിൽ, ഈ മാസം മാർച്ച് ആണെന്ന് വിചാരിക്കുക, ഏപ്രിൽ ഫ്യൂച്ചർ വരും, 3-ാമത്തെ മെയ് ഫ്യൂച്ചർ വരും. ഈ ഒരു 3 ഫീച്ചറിൻ്റെ പ്രൈസ് ഞാൻ ഏകദേശം എഴുതിയിരിക്കുന്നതാണ്, കറക്റ്റ് ആവണമെന്നില്ല. ഏകദേശം ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു പാറ്റേൺ ആയിരിക്കും. നമുക്ക് അനലൈസ് ചെയ്യാം. നിഫ്റ്റിയുടെ വില 9,000 ആണ്. നിഫ്റ്റി മാർച്ചിൻ്റെ ഫ്യൂച്ചറിൻ്റെ വില 9,025 ആണ്. അത് 25 പോയിൻ്റ് കൂടുതലാണ്. ഏപ്രിലിലത് ഒരു 75 പോയിൻ്റ് കൂടുതലാണ്. മെയ്യുടേത് 95 പോയിൻ്റ് കൂടുതലാണ്. അതായത് 9,025, 9,075, 9,095. ഇതിനെ ഈ അധികം വന്ന ഇതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻട്രസ്റ്റ് ഓരോ ദിവസം പാസ് ചെയ്യുന്നതോറും കുറഞ്ഞു വരും. ഇത് ഐഡിയലി എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും മാർക്കറ്റിൻ്റെ കണ്ടീഷൻസൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ട്രേഡിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സ്പ്രെഡ് സ്ട്രാറ്റജീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം സിമ്പിളായിട്ട് ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫ്യൂച്ചേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി എന്താണെന്നുള്ളത് ഇത്രയുമാണ് നമ്മളെ ഫീച്ചേഴ്സിനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി വച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫീച്ചേഴ്സ് ഇത്രയും നമ്മൾ തിയററ്റിക്കലായിട്ട് അത്യാവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഓപ്ഷൻസ് പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, കുറേ കൂടെ സിമ്പിളാണ്. ഇതൊരു ബണ്ടിലായിട്ട് വാങ്ങാൻ പറ്റും, വിൽക്കാൻ പറ്റും. ഇതിന് നമ്മളെ സ്റ്റോക്കിനെ പോലെ ഫുൾ ക്യാഷ് വേണ്ടി വരില്ല. ഒരു എക്സ്ചേഞ്ച് സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന മാർജിൻ ഉണ്ടാവും. ആ ഒരു മാർജിൻ, ആ ബണ്ടിലിന് എത്രയാണ് മാർജിൻ ഈടാക്കിയിരിക്കുന്നത്, ആ ഒരു മാർജിനായിരിക്കും നമുക്ക് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നിഫ്റ്റിക്ക് മാർജിൻ എന്ന് പറയുമ്പോൾ ഒരു 1.10 lakhs ഒക്കെയാണ്. അതായത് 1,10,000 മുതൽ 1,00,000 ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇനി ഇടയ്ക്കുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഒരു ലോട്ട് നമുക്ക് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ പറ്റും. നിഫ്റ്റി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ പറഞ്ഞാണ്. അപ്പോൾ അതൊരു ഫുൾ എമൗണ്ട് അല്ല, ഒരു പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അതാണ് എക്സ്ചേഞ്ച് സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള മാർജിൻ. ആ ഒരു മാർജിൻ കൊടുത്ത് നമുക്ക് ആ ഫ്യൂച്ചർ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ പറയാനുള്ളത്. ഇനി പറയാൻ പോകുന്ന ഒരു ലൈവ് എക്സാമ്പിളാണ് ഫ്യൂച്ചർ എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യാം, നമുക്കതെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണിത്.
കണ്ടാൽ അറിയാം, ഇവിടെ ഏറ്റവും താഴെ എഴുതിയിട്ടുള്ളത് നിഫ്റ്റി 50 ആണ്. നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ആണ്. അതായത് 8745 ആണ് ഇപ്പോഴത്തെ വാല്യൂ. അതാണ് കറക്റ്റ് വാല്യൂ. അതിന് മുകളിലുള്ളത് മാർച്ച് 26 നിഫ്റ്റിയുടെ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചറാണ്. അതിന് മുകളിലുള്ളത് 30 ഏപ്രിലിൽ എക്സ്പയർ ആവുന്ന നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ്. അതിന് മുകളിലുള്ള 28 മെയ്യിൽ എക്സ്പയർ ആവുന്ന നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ്. ഇത് വരാനായിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് ഒരു 2-3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിഫ്റ്റി 50 മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തെ ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബൈ കൊടുക്കാം. നമുക്കറിയാം ക്വാണ്ടിറ്റി ഡീഫോൾട്ടായിട്ട് 75 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 75ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസിംഗ് ആണ്. ഇത് തന്നെ ഇൻട്രാഡേയിലും ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ പൊസിഷൻ ക്ലോസ് ചെയ്യേണ്ടി വരും. മാർജിൻ വളരെയധികം കുറച്ച് മതിയായിരിക്കും. ഓരോ ബ്രോക്കർ ടു ബ്രോക്കർ അത് വേരി ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് റിയൽ വാല്യൂവിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഫ്യൂച്ചർ ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ കഴിയുന്നത്. ഇത് ഞാനൊരു നിഫ്റ്റിയിൽ മാത്രം എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലെ തന്നെയാണ് എല്ലാ സ്റ്റോക്കിൻ്റെയും നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കാനുള്ളത്, എപ്പോഴും നിഫ്റ്റിയുടെ ഒറിജിനൽ വാല്യൂവിലേക്ക്, അതായത് ഇപ്പോൾ 8745 കിടക്കുന്നത്, ഈ ഒരു ഒറിജിനൽ വാല്യൂവിലേക്ക് എക്സ്പയറി ഡേയിൽ ഫ്യൂച്ചറും എത്തിപ്പെടും. പതിയെ അതിൻ്റെ ഇൻട്രസ്റ്റ് ടൈം പോകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് കുറഞ്ഞിട്ട് ഈ ഒരു നിഫ്റ്റിയുടെ 50യുടെ ഒറിജിനൽ വാല്യൂവിലായിരിക്കും ആ ഒരു ഫ്യൂച്ചർ എപ്പോഴും ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ചെറിയ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മളത് ഒഴിവാക്കും. നമുക്ക് വളരെ വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അറിഞ്ഞിരിക്കുക, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളത്, നമ്മൾ എക്സ്പയറി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ടൈം ഫ്രെയിം എങ്ങനെയാണ് അതിനനുസരിച്ച് തന്നെ എക്സ്പയറി സെലക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഫ്യൂച്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഫ്യൂച്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസും ഫ്യൂച്ചേഴ്സും ഓപ്ഷനും വെച്ചിട്ട് ഒരുപാട് റിസ്ക് കൂടിയുമായിട്ടുള്ള പല സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി.